പറ്റിയ 2 ആൾക്കാര് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ അവരെ ഞാൻ വിളിക്കാം. എന്നിട്ട് നോക്കാം അവരിൽ ആർക്കാണ് എന്നെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പോകുന്നത്. ഓക്കെ, കണ്ടസ്റ്റന്റ് നമ്പർ 1, കണ്ടസ്റ്റന്റ് നമ്പർ 2. അപ്പം ഇവര് രണ്ടുപേരാണ് ഇന്ന് ഗെയിം കളിക്കാൻ പോകുന്നത്. ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ പറ്റിയ 2 ആൾക്കാരാണ്. ഒരാൾ എൻ്റെ ഹസ്ബൻഡും ഒരാൾ എൻ്റെ ഒരേ ഒരു അനിയനും. അപ്പൊ ആർക്കാണ് എന്നെ നല്ലോണം അറിയാൻ പറ്റുന്നത് നമുക്ക് ഇതൊന്നും ഇവിടെ തുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇവരോട് ഞാൻ ചോദിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും അതിനുള്ള ആൻസർ പറയണം. തെറ്റുത്തരം പറയുന്ന ആൾക്കാരുടെ മുഖം തല സഹിതം ഞാൻ വെള്ളത്തിൽ മുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ ഒരു അടിപൊളി ഡ്രിങ്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ശരി ഉത്തരം പറയുന്ന ആൾക്കാർക്കും നമ്മൾ ഒരു അടിപൊളി ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തുടങ്ങാം. ഓക്കെ, അപ്പൊ അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉള്ള ഇത് നീ അടച്ചു വെക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കുളമ്പാറ കുതിരവട്ടതല്ലേ? ലോകത്തിൽ എനിക്ക് ശരി ഉത്തരം USA. ഞാൻ എഴുതിയ USA. അപ്പം 1-1. ഡ്രിങ്ക് കുടിച്ചോ, കുറച്ച് തരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. മൈ ഫേവറേറ്റ് കളർ. കഴിഞ്ഞോ? എന്താ? ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പണിഷ്മെന്റ് തുടങ്ങാൻ പോവാണ്. ക്യാമറ ക്ലോസ് ചെയ്ത് വന്നോളൂ. എന്റെ ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആണ്. പിങ്ക്. ഓക്കെ, ഇനി മറക്കരുത്. ചോദിച്ചോ. ഓക്കെ, അല്ല അടുത്തതിന് തെറ്റുത്തരം പറഞ്ഞാ അതാ എന്നാ കൊടുക്കാതാ. ചോദിച്ചു വാങ്ങിയതാ. ടേസ്റ്റ് ഇട്ടോ ഇല്ലയോ എന്ന് പറയണേ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പാസ് ഔട്ട് ആയ ഇയർ. പാസ് ഔട്ട് അല്ല, ഞാൻ ഒരു ഡോക്ടർ ആയ ഇയർ. നീ ഇല്ലാണ്ട് എനിക്ക് എത്ര വയസ്സായി? എടോ, ഞാൻ ഡോക്ടർ ആയത്. ഇതൊരു ഭർത്താവും ഒരു അനിയനും അറിഞ്ഞിരിക്കുന്നു. ഞാൻ പാസ് ഔട്ട് ആയ ഇയർ അല്ല, ഞാൻ ഡോക്ടർ ആയ ഇയർ ആണ്. എന്താ എഴുതി? 2016. അതിനിടയ്ക്ക് നീ പൊട്ടൊക്കെ ചോദിച്ചു നീ ജനിച്ചിട്ടുണ്ടോ? 2016 നീ ജനിക്കാണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്കൂളിൽ മൊത്തത്തിൽ അതൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും പൊതുവെ അതായിരിക്കും. എല്ലാരും പൊതുവെ പോലെ അല്ല ഞാൻ. ഞാൻ ഭയങ്കര വെറൈറ്റിയാ. പൊതുവെ എല്ലാവരും എന്താ ഇത്? മാത്സ്. കറക്റ്റ്. നിങ്ങൾ ഈ ജ്യൂസ് തീർക്കും. അപ്പൊ ടോട്ടൽ പോയിന്റ് എത്രയെന്ന് പറയാം? ആ പോയിന്റ് എങ്ങനെ?
ഇതുവരെ എഴുതിയ എല്ലാത്തിലും ഞാൻ ആ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. അപ്പൊ ഇപ്പൊ ഉണ്ണിക്ക് എത്ര പോയിന്റ് കിട്ടി? 3 പോയിന്റ്. ഓക്കെ. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്റെ സ്വന്തം എന്താ ആപ്പിൾ ഐപാഡ്. വ്ളോഗിംഗ് ക്യാമറ എന്റെ പ്രൊഡക്റ്റ്. അത് പറ്റിയ കാര്യമില്ലല്ലോ. ആപ്പിൾ ഐപാഡാണ് പുള്ളിയിൽ ഏറ്റവും വലിയ സാധനം. അത് സമ്മതിക്കൂല, അത് സമ്മതിക്കില്ല. ക്യാമറ അല്ല, ആപ്പിൾ ഐപാഡിനാണ് വില കൂടുതൽ. അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അത് ടെക്നിക്കലി കുറച്ച് പ്രശ്നമുള്ളത് കാരണം നമ്മൾ രണ്ടുപേരും എഴുതിയത് ആൻസർ ആയിട്ട് കറക്റ്റ് ആൻസർ ആയിട്ട് എടുത്തു. അപ്പൊ രണ്ടുപേർക്ക് പോയിന്റ് ഉണ്ട്. ശരി, ഇപ്പൊ എത്രയും പോയിന്റ്? ഉണ്ണിക്ക് 5, രോഹത്തിന് 4. ഓക്കെ. കോഫി ഓർ ടീ? കഴിഞ്ഞു. സമയം കഴിഞ്ഞു. കോഫി. തെറ്റ് പോലെ തെറ്റ്. കോഫി കുടിക്കുന്ന ഞാനൊരു കോഫി അഡിക്റ്റ് ആണ്, കോഫി ലവർ ആണ്. എന്റെ എത്ര വ്ളോഗിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ എങ്ങനെ അഞ്ച് അഞ്ചില് നിൽക്കുന്നു. അപ്പൊ രണ്ടുപേരും 5-5 നിൽക്കുന്നു. ഭയങ്കര പോരാട്ടം. നിന്റെ സ്ഥലം ഓണം കൊടുക്കും. മൈ ഫേവറേറ്റ് ഫുഡ്. ഇതെന്തായാലും എഴുതും. എന്താ? ഫിഷ് ബിരിയാണി. ഓ കറക്റ്റ്. ഓക്കെ. ഇത് അറിയണേ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ സഹിതം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഉണ്ണി. ഓക്കെ. സമയം കഴിഞ്ഞു. April 1, 93. അമ്മ ഞാൻ കുറച്ച് രക്ഷപ്പെട്ടു. ഇപ്പൊ 7-6. ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എരിവാണോ മധുരമാണോ?
എഴുതി യേശു. എരു Correct, correct. കാരണം പേരകളിൽ പോയ എപ്പോഴും മറ്റേ ഫിഷ് കറി ലോട്ടറി. അപ്പൊ ഇപ്പൊ എങ്ങനെ പോയിട്ട് ഇപ്പൊ 8-7 ഉണ്ണിയുടെ പുറകില്. ഉണ്ണി എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. 8-7. ഇനി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര്. എത്ര ആൾക്കാർ വരുന്നു? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര്. കുറെ ആൾക്കാരുണ്ടല്ലോ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങള് 3 പേരും. ക്ലൂ ആണ്. നിങ്ങൾ ടോട്ടൽ 3 പേര്. ആ ഞങ്ങള് total 3 പേര്. ഏഴ്. പറഞ്ഞോ. 5 കമ്പിളി. അഞ്ചനാണ്. ആ, correct. അപ്പൊ ഉണ്ണിക്ക് 8 ഓരോരുത്തർ 9. ഓക്കേ, അടുത്തത് എനിക്ക് ഫ്യൂച്ചറിൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഡോഗിന്റെ ബ്രീഡ് നെയിം. ഇന്ന് രാവിലെ കൂടി ഞാൻ അതിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ വേണേ ഒരു ക്ലൂ എഴുതിയാൽ മതിയോ? അതൊന്നും പറ്റില്ല, എഴുതാം, ബ്രീഡിന്റെ പേരറിയില്ല. ഇത് ഞാൻ രാവിലെ പറഞ്ഞു തന്നിരുന്നു. റിംഗ് മാസ്റ്റർ അല്ലേ സെൻബേർഡ്. Yes, correct. സെൻബേർഡ്. അപ്പൊ 10-9. വെള്ളം മാറ്റി വെക്കട്ടെ. ഓക്കെ, അടുത്തത് ജയ് ബാഹുബലി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്, കുടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ പെപ്സി ഇങ്ങനത്തെ സംഭവങ്ങളിലാണോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ. ഞാൻ എഴുതി. ജ്യൂസ് ഒക്കെ പറ്റൂലേ? ജ്യൂസ് ഒക്കെ പറ്റും. മാ. രണ്ടുപേരും കറക്റ്റ് ആൻസർ. 11-10. ശരിക്കുന്നോ? അല്ല നമ്മള് ജ്യൂസ് കാണാനില്ലല്ലോ. ഓ, ക്യാമറമാൻ. ക്യാമറമാനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പരിചയപ്പെടുത്തി തരാം. ഓക്കേ, അടുത്ത ഓക്കെ, question. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഭാവിയിൽ വാങ്ങാൻ ആഗ്രഹമുള്ള കാറിന്റെ പേര്. സിമ്പിൾ. വാങ്ങോ ഇല്ലയോ അറിയില്ല, പക്ഷെ എനിക്ക് ആ കാറ് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞോ. മിനി കൂപ്പർ. മിനി കൂപ്പർ. കറക്റ്റ്. 12-11. കുട്ടിക്ക് നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ എനിക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം. ഇന്ത്യയിൽ എനിക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം. എന്റെ വീട് പൂനൂര്. മണാലി. അയ്യേ, സ്വന്തം വീട് ഇഷ്ടമല്ലാതെ അത് മതിയായില്ല. ഇന്ത്യയിൽ പോകാൻ ഇഷ്ടം. പൂനൂർ ഇന്ത്യയിലല്ലേ? മുക്കവരെ പൂനൂർ ഇന്ത്യയിലല്ലേ? ഇന്ത്യയില, പക്ഷെ വീട്ടിൽ പോകുന്ന ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതൊന്നും സംഭവിക്കാവില്ല. ബുക്ക് കുറച്ച് കുട്ടിപ്പിക്ക് പൂനൂർ ഇന്ത്യയിലല്ലേ? അതൊന്നും പറ്റില്ല. സംഭവിക്കായിരിക്കും. ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ തന്നെ വിളിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചെറുപ്പത്തില് എന്റെ ഒരു പേര്, എന്നെ എല്ലാരും കളിയാക്കുന്ന ഒരു പേരുണ്ട്. ഈശ്വരാ. എഴുതി. കോഴിമാത. അതിന്റെ ചരിത്രം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ്? അല്ല, അത് ചെറുപ്പത്തിൽ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നത് കോഴിമാതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചിക്കൻ ഒന്നും കഴിക്കില്ല. പണ്ട് ഇപ്പൊ മീൻ മക്ക. അപ്പൊ രണ്ടുപേരും ആൻസർ പറഞ്ഞു. അപ്പൊ നമ്മളെ ഗെയിം ഇവിടെ കഴിഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അപ്പൊ വിന്നർ ഞാൻ. ആ, എന്താ ചെയ്യാ? ഈ മണാലി പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് തീരുമാനിച്ചല്ലേ? അതിന് നമുക്ക് മണാലി എടോ, ഇന്ത്യയിൽ പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം
ഗെയിം. അങ്ങനെ നമ്മുടെ ഗെയിം അപ്പൊ ഇതിന് പ്രൈസ് ഒന്നുമില്ല. ഞാനിതൊന്ന് കുടിച്ച് നോക്കാം. ഉണ്ണി ഇത് കുടിച്ചു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ. എനിക്ക് ഗെയിം കളിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ഷെയർ ആര് പറയും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഗെയിമായി അവസാനിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തു, ഞാൻ പ്ലാൻ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ. അതുകൊണ്ട് ഈ ഗെയിം വളരെ റോങ് ആയിപ്പോയി. ഇങ്ങനെയൊന്നും ആരും ഗെയിം കളിക്കരുത്, ദൈവമേ. അപ്പൊ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇന്നത്തെ നമ്മളെ വീഡിയോ ക്യാമറ എടുത്തിരിക്കുന്നത് ഇതാ ഈശ്വർ ജാൻ, എൻ്റെ കസിനാണ്, എൻ്റെ അനിയനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി 2 ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് എറണാകുളത്തേക്ക് വന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒരു വ്ളോഗ് ചെയ്തതാ. പക്ഷെ ആ വ്ളോഗ് റോങ് ആയിപ്പോയി. ഇപ്പം കോർണർ റോങ് ആയിപ്പോയി. മുട്ട കിട്ടാത്തോണ്ടാ താഴെ പോയി ഞാൻ നോക്കിയതാ മുട്ട ഉണ്ടോ കണ്ടില്ല. ഞാൻ ടാറ്റാ. അടിപൊളി. അപ്പൊ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് താഴെ വന്നാൽ മതി. ഓക്കെ, നീയല്ലേ ജയിച്ചത്, എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? ഉണ്ണി ഞാൻ നിനക്ക് വെച്ച് എന്നാലും ആ പൊടി നീ എവിടെ നോപ്പിച്ച്? മതി